നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇലക്ഷന് മുമ്പായി തന്നെ ഏപ്രിൽ മാസത്തിലെ 1000 രൂപയുടെ ഗഡു അവർക്ക് വീണ്ടും വരികയാണ്. എന്നാൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും ഏകദേശം 6 ലക്ഷത്തോളം അധികം ആളുകളാണ് പുറത്തു പോയിട്ടുള്ളത്. അവരുടെ പേര് നമുക്ക് എങ്ങനെ കണ്ടെത്താം, നമ്മുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിയമസഭാ ഇലക്ഷന് മുമ്പായി തന്നെ മാക്സിമം ആളുടെ കൈകളിൽ പെൻഷൻ രൂപത്തിൽ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ മാസം നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 2000 രൂപ, വാർദ്ധക്യ പെൻഷൻ 4000 രൂപ, മറ്റ് പെൻഷനുകളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മാസവും മാക്സിമം ആളുകളിലേക്ക് പണം നേരിട്ടെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം നാളെ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇലക്ഷന് മുമ്പായി തന്നെ മാക്സിമം ആളുകൾക്ക് പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളെല്ലാം പെൻഷൻ ലഭിച്ച ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, പെൻഷൻ ലഭിക്കുകയില്ല. ആദ്യത്തെ മാസങ്ങളിൽ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകളുടെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലാതെ ചുവപ്പ് റേഷൻ കാർഡും കൈവശം വെച്ചത് കൊണ്ട് അവരുടെ പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ രേഖയിൽ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടെല്ലാം പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. ഇങ്ങനെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കും. സേവന വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അവിടെ ഒന്നുകിൽ നമ്മുടെ ആധാർ നമ്പർ, അതല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ID, അതല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പർ, ഇതിലേതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്, അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലെല്ലാം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ നിന്നെല്ലാം പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിപ്പോൾ 1.5 വർഷത്തിലധികമായി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അവർക്കിപ്പോൾ 3 മാസത്തിലെ പെൻഷൻ ഗഡു അവർക്കും വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. ഇലക്ഷന് മുമ്പായി തന്നെ മാക്സിമം ആളുകൾക്ക് പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്, നമുക്കറിയാം. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എത്രയാണ് പെൻഷൻ ലഭിച്ചത്? പെൻഷൻ ലഭിച്ച ആളുകൾ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.